തന്ത്രപരമായ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ഖത്തറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണ. വ്യാപാര നിക്ഷേപ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങൾ കൈമാറി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ പങ്കെടുത്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, ഇരു രാജ്യങ്ങൾ തമ്മിൽ എന്തെല്ലാം കരാറുകളിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്? ഏത് രീതിയിലാകും ഇത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുക? അതിപ്രധാനമായ രണ്ട് കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഒന്ന് പ്രകൃതിവാതകം നൽകുന്നത് സംബന്ധിച്ചുള്ള കരാറാണ്. 2030 വരെ ഇന്ത്യയിലേക്ക് പ്രകൃതിവാതകം എത്തിക്കാനുള്ള ഒരു കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടുകൂടി പെട്രോളിയം ഇറക്കുമതിയിൽ 15% കുറവ് വരും എന്നാണ് പെട്രോളിയം മന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. അതേപോലെ തന്നെ നയതന്ത്രമായ സഹകരണം ശക്തിപ്പെടുത്തുക, നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൂട്ടുക, പുതിയ നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനം കണ്ടുപിടിക്കുക. സൗത്ത് ഇന്ത്യയിൽ ഖത്തറിൻ്റെ നയതന്ത്ര കാര്യാലയം കേരളത്തിലടക്കം വേണമെന്ന ആവശ്യമുള്ള പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതുപോലെ തന്നെ ഖത്തറിൽ തടവിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ കാര്യങ്ങളും ചർച്ചയായി. നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യയിലെ മുൻ നാവിക ഉദ്യോഗസ്ഥന്മാരിൽ 6 പേരെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഒരാൾ പോലും അവിടെ ജയിലിൽ കഴിയുകയാണ്. ഇക്കാര്യം ചർച്ചാ വിഷയമായി. ഏതായാലും കേരളത്തിൽ ഖത്തറിൻ്റെ നയതന്ത്ര കേന്ദ്രം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ച നടന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നയതന്ത്ര രംഗത്തെ കൂടുതൽ കൂട്ടായ്മയാണ് ഈ ചർച്ചയിലെ പ്രധാന വിഷയമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഏറുന്നു എന്ന് വേണം പറയാൻ. 2015 ശേഷം ഇത് 2ാം തവണയാണ് കുവൈത്ത് അമീർ ഇന്ത്യ സന്ദർശിക്കുന്നത്. അതേപോലെ നരേന്ദ്രമോദി നേരിട്ട് തന്നെ വിമാനത്താവളത്തിലെത്തിയാണ്, പതിവ് തെറ്റിച്ചുകൊണ്ട് തന്നെ വിമാനത്താവളത്തിലെത്തിയാണ് ഖത്തർ അമീറിനെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഖത്തർ അമീറിൻ്റെ 2ാമത്തെ തവണ മാത്രമല്ല, അദ്ദേഹം ഗാസ പാലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടതിനെ പ്രധാനമന്ത്രി ശ്ലാഘിക്കുകയും ചെയ്തു. ഇതോടുകൂടി കൂടുതൽ സൗഹൃദമായ രീതിയിലേക്ക് ഖത്തർ ഇന്ത്യൻ ബന്ധം ഉയരുകയാണ്, അല്ലെങ്കിൽ മെച്ചപ്പെടുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാതി. ശരി ശരത് ലാൽ, എന്തായാലും ഖത്തർ ഇന്ത്യ ബന്ധം വലിയ തരത്തിൽ മെച്ചപ്പെടും ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ, പ്രത്യേകിച്ചും കരാറുകൾ ഒപ്പിടുന്നതിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.